ഓണപരീക്ഷയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഇതുവരെ ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല, ഇനി പഠിച്ച മാർക്ക് കിട്ടോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ. കഴിഞ്ഞു പോയ ദിവസങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ഓണം എക്സാമിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു തിരിച്ചുവരവ് നടത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ വീഡിയോയില് സ്കൂൾ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 AM ഓണം എക്സാം റുട്ടീനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണൂ. ഗൈസ്, നമ്മളിൽ പലരുടെയും പ്രശ്നം എന്താണെന്ന് അറിയാമോ? രാത്രി വൈകി ഇരുന്ന് പഠിക്കും, പക്ഷേ പകുതി സമയം ഫോണിലോ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ടായിരിക്കും പഠിക്കുന്നത്. എന്നാൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചുറ്റും സൈലന്റ് ആയിരിക്കും, നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാനും പോകുന്നില്ല. ആ ഒരു സമയത്ത് പഠിക്കുന്ന 1 മണിക്കൂർ രാത്രിയിലെ 3 മണിക്കൂറിന് തുല്യമാണ്. ഇതിന് സയന്റിഫിക്കലി നമുക്ക് പീക്ക് ബ്രെയിൻ ഫോക്കസ് ടൈം എന്ന് വിളിക്കാം. അപ്പൊ 5 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെന്ന് ഞാൻ കരുതുന്നു. ആദ്യം നമുക്ക് സ്കൂൾ ദിവസങ്ങളിലെ റുട്ടീൻ നോക്കാം. രാവിലെ 5 മണിക്ക് അലാറം അടിച്ചാൽ 5 മിനിറ്റിൽ കൂടുതൽ ബെഡിൽ കിടക്കരുത്. എഴുന്നേൽക്കുക, ഫ്രഷ് ആവുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. 5:15 മുതൽ 6:30 വരെയുള്ള സമയം നിങ്ങൾ പഠിക്കേണ്ട ടൈമാണ്. ഇതൊരു മാജിക്കൽ സ്ലോട്ട് ആണെന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 6:30 മുതൽ 7 മണി വരെയുള്ള സമയം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതാതെ മനസ്സിൽ ഓർത്ത് പറയുന്ന ആക്റ്റീവ് റീകോൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, റെഡി ആവാം, ഫുഡ് കഴിക്കാം. ശേഷം നിങ്ങൾ സ്കൂളിൽ നിന്നും വീടെത്തി കഴിഞ്ഞാൽ, അതായത് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ വീടെത്തുന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുക. ശേഷം 5:30 മുതൽ 7:30 വരെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കേണ്ടത് അത് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ശേഷം 7:30 മുതൽ 8:30 വരെ അടുത്ത സ്റ്റഡി സെഷൻ ആണ്. അതിനുശേഷം 8:30 മുതൽ 9:15 വരെയുള്ള ടൈം നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം. ശേഷം 9:15 ടു 10 മണി വരെയുള്ള സമയം ഒരു റിവിഷൻ പോലെ ചെയ്യുക. അതായത് നിങ്ങൾ രാവിലെ മുതൽ ഈ ഒരു സമയം വരെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് വേഗത്തിൽ റിവൈസ് ചെയ്ത് പോവാ. ശേഷം നിങ്ങൾക്ക് ഉറങ്ങാം. ഇനി അവധി ദിവസങ്ങളിൽ എങ്ങനെ മാക്സിമം സമയം ഉപയോഗിക്കാം എന്ന് നോക്കാം. അവധി കിട്ടുമ്പം ഫുൾ ഡേ ഫോൺ കണ്ട് കളയാതെ രാവിലെ 5 മണിക്ക് തന്നെ നിങ്ങൾ എഴുന്നേൽക്കണം. 5:30 മുതൽ 7:30 വരെയുള്ള ആദ്യത്തെ 2 മണിക്കൂർ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ പഠിക്കുക. 7:30 ടു 8:30 വരെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ചെറിയൊരു വാക്കിനൊക്കെ പോകാം. ശേഷം 8:30 മുതൽ 11 മണി വരെയുള്ള സമയം സെഷൻ 2 ആണ്. 2.5 മണിക്കൂർ ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിലൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇനി വരുന്ന എക്സാമിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അടുത്തത് 11 മണി മുതൽ 1 മണി വരെയുള്ള സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് അടുത്ത സബ്ജക്ട് പഠിക്കാം. ശേഷം 1 to 2:30 വരെ നിങ്ങൾക്ക് ലഞ്ച് കഴിക്കാനും ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള ടൈമാണ്. ശേഷം 2:30 മുതൽ 4:30 വരെ അടുത്ത സ്റ്റഡി സെഷൻ. 4:30 മുതൽ 6 മണി വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈവനിങ് ബ്രേക്ക് എടുക്കാം, കാരണം നമ്മൾ കുറെ നേരമായി പഠിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒരു ലോങ് ബ്രേക്ക് എടുത്ത് റിലാക്സ് ചെയ്യുക. ശേഷം 6 മണി മുതൽ 8 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് അടുത്ത സ്റ്റഡി സെഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സെൽഫ് ടെസ്റ്റ് നടത്തി നോക്കാം. അങ്ങനെ എന്താണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു സമയം ചെയ്യാം. ശേഷം 8 to 9:30 വരെയുള്ള ടൈം നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാം, ഫാമിലിയോടൊപ്പം കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാം, എന്നിട്ട് നേരത്തെ ഉറങ്ങാം. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ടൈം ടേബിൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് അത്ര ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ടേബിൾ അല്ല, കാരണം നമ്മൾ ആവശ്യത്തിന് റെസ്റ്റ് ടൈം ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പം ഇനി പറയുന്ന 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്പർ 1, 5 minute റൂൾ. അതായത് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ മടി തോന്നുന്ന സമയത്ത് 1, 2, 3, 4, 5 എന്ന് കൗണ്ട് ചെയ്ത് 5 എന്ന് പറയാലോ, അപ്പോഴേക്കും നിങ്ങൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകണം. നമ്പർ 2, നോ സോഷ്യൽ മീഡിയ ഇൻ ഫസ്റ്റ് 2 hours. അതായത് രാവിലെ എഴുന്നേറ്റുടൻ നിങ്ങൾ മൊബൈൽ എടുത്ത് ഇൻസ്റ്റഗ്രാമും യൂട്യൂബും നോക്കുന്നത് നിർത്തുക. നമ്പർ 3, ആക്റ്റീവ് റിക്കാൾ ഓവർ പാസീവ് റീഡിംഗ്. വെറുതെ വായിച്ചു പോകരുത്, അതിന് പകരം ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം ഉത്തരം പറഞ്ഞ് പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ ഒരു രീതിയിൽ പഠിക്കാൻ തുടങ്ങാം. ഇത് ഓണം എക്സാമിന് മാത്രമല്ല, ഇനി അങ്ങോട്ടും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം. ഏതൊരു എക്സാം വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്ത് പഠിക്കാം. ഓണം എക്സാം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കാം. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ മാർക്ക് എന്തായാലും ഇംപ്രൂവ് ആവും. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ പോയിട്ട് ഐ ആം റെഡി ഫോർ ദ 5 AM ചാലഞ്ച് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. എനിക്ക് അറിയണം എത്ര പേരാണ് ഈ ഓണപരീക്ഷയ്ക്ക് ഒരു മാസ് തിരിച്ച് വരവിന് തയ്യാറാവുന്നതെന്ന്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.